നമസ്കാരം. നടരാജ ഭാവത്തിലുള്ള ശിവൻ ഉൾപ്പെടെ പുരാതനമായ 3 വെങ്കല വിഗ്രഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ ഒരുങ്ങുകയാണ് അമേരിക്കയിലെ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായ നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്ട്. തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം പോയി പിന്നീട് നിയമവിരുദ്ധമായി വിദേശത്തേക്ക് കടത്തപ്പെട്ടവയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. രാജ്യ അതിർത്തികൾ പോലും കടന്ന് അപ്രത്യക്ഷമായിരുന്ന ദൈവരൂപങ്ങൾ ഒടുവിൽ സ്വന്തം മണ്ണിലേക്ക് മടങ്ങുന്ന ഈ സംഭവം കാണാതെ പോയതെല്ലാം തിരിച്ചു വരുന്ന കാലമെന്ന വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2023 പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോളോ ആർക്കൈവുകൾ പരിശോധിച്ചതോടെയാണ് ഈ വിഗ്രഹങ്ങളുടെ യഥാർത്ഥ ചരിത്രം തെളിഞ്ഞത്. 1956 മുതൽ 1959 വരെ ക്ഷേത്രങ്ങളിലെടുത്ത പഴയ ചിത്രങ്ങളിൽ ഇന്ന് അമേരിക്കൻ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഈ വെങ്കല വിഗ്രഹങ്ങൾ അവയുടെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതായി വ്യക്തമായി കണ്ടെത്തി. ഇതോടെ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങൾ പിന്നീട് സ്വകാര്യ ശേഖരങ്ങൾ വഴിയും കള്ളക്കടത്ത് ശൃംഖലകളിലൂടെ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മ്യൂസിയത്തിൽ എത്തുകയായിരുന്നു എന്ന സത്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. തിരികെ ലഭിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായത് തഞ്ചാവൂരിലെ പൗഷധീശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള ചോഴ കാലഘട്ടത്തിലെ നടരാജ വിഗ്രഹമാണ്. ക്രിസ്തുവർഷം 990 നിർമ്മിക്കപ്പെട്ട ഈ വിഗ്രഹം ചോഴകലയുടെ അതുല്യ ഉദാഹരണമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനു പുറമെ മണ്ണാർക്കുടി ആലത്തൂർ വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള 12-ാം നൂറ്റാണ്ടിലെ ചോഴ കാലഘട്ടത്തിൽപ്പെട്ട സോമാസ്കന്ദ വിഗ്രഹവും കള്ളക്കുറിച്ചിയിലെ വീരചോഴപ്പുറത്ത് നിന്ന് മോഷണം പോയ വിജയനഗര കാലഘട്ടത്തിലെ പറൈവ നാച്ചിയാർ സമേതനായ സുന്ദരാർ മൂർത്തിയുടെ വിഗ്രഹവും ഇന്ത്യയിലേക്ക് മടങ്ങാനാണ് ഒരുങ്ങുന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടും കാണാതെ പോയതിൻ്റെ ചർച്ചകൾ വീണ്ടും ശക്തമാകുന്നത്. ശബരിമല കൊള്ളയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വസ്തുക്കളും ഇതുപോലെ വിദേശത്തേക്ക് കടത്തിയേക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ശബരിമലയിൽ നിന്ന് കാണാതായതായി റിപ്പോർട്ട് ചെയ്തിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമായ സ്വർണ്ണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതോടെ ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞുപോയതായി ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളും ഒരുനാൾ പുറത്തു വരുമോ എന്ന പ്രതീക്ഷ ഭക്തർക്കിടയിലും സമൂഹത്തിലും ശക്തമാവുകയാണ്. അമേരിക്കയിലെ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന പുരാതന ദൈവ വിഗ്രഹങ്ങൾ വെറും കലാവസ്തുക്കളായി മാത്രം കാണാനാവില്ല. കാലം എത്ര പിന്നിട്ടാലും ഭൂഖണ്ഡങ്ങൾ എത്ര മാറിയാലും മോഷണം പോയ വിശ്വാസവും പൈതൃകവും ഒടുവിൽ തിരിച്ചെത്തുമെന്ന സന്ദേശമാണ് ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി TV.